എല്ലാവർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ ബിരിയാണിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് എൻ്റെ മോനെ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിള്ളേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇന്ന് മൂത്ത മോനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽപ്പ് എന്നെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനെ ചെയ്യാൻ കോൺഫിഡൻ്റ് ആണ് ആള്. അപ്പോൾ അവനാണ് കട്ട് ചെയ്തതും കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തൊരു 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് എന്തൊക്കെയാണ് പൊടികൾ ഇട്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ബാക്കി മോൻ ചെയ്യുവേ. സ്റ്റവ് ഓണാ. ഓക്കെ, ഇപ്പൊ നമുക്ക് കുക്കർ ചൂടായതുകൊണ്ട് ആദ്യം അതിലോട്ട് നമുക്ക് ഓയിലും ഗീയും ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലാണുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഗീയും കൂടെ ഒഴിക്കാം. അതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ്. ഓക്കെ, അത് 2 ഒഴിച്ചതിന് ശേഷം നമുക്കിനി അടുത്തത് ഇതിലോട്ട് ഇടാനുള്ളത് ഒരു ബേ ലീഫാണ്. അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർ, പിന്നെ 2 പട്ട, പിന്നെ ഒരു 6 ഗ്രാമ്പൂവും ഒരു 4 ഏലക്കയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പയ്യൊന്ന് ഇതിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 6 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരു കഷ്ണം, അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ആയിരുന്നു. നമ്മൾ ക്രഷ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിൽ നമ്മൾ ചെറിയ കുറച്ച് കഷ്ണമായിട്ട് കട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ടിടാം. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് അതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണല്ലോ. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ ഒരു സവാള, നമ്മളിപ്പോൾ വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇതിലോട്ട് ഇടുവാണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് തക്കാളിയാണ് ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. കുഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞല്ല, അത്യാവശ്യം സൈസ് ഉണ്ട്. ഒക്കെ അടുത്തത് നമുക്ക് ഗൈസ് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറിക്കാണും. അപ്പോൾ നമുക്ക് അടുത്തതായി ഇതിലോട്ട് നമ്മൾ 3 മണിക്കൂർ മുമ്പ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. നമ്മൾ തൈരൊക്കെ ഇട്ടിട്ട് പിന്നെ ബാക്കി പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്താണ്. മാരിനേറ്റ് ചെയ്ത ഐറ്റംസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളത് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇടാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റത്തോളം നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം. അടിയിലാണ് നമ്മുടെ സവാളയും ബാക്കി മസാലയൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ആയതിനു ശേഷം വീഡിയോ കാണിക്കാം. മസാല അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്നാലേ നമ്മുടെ ചിക്കൻ ആ ഒരു കറക്റ്റ് വേവിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആദ്യമേ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു 1.25 ടീസ്പൂൺ നാരങ്ങ നീരാണ്. നമുക്ക് നാരങ്ങ നീര് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പ് ഇടുക. അടുത്തത് നമ്മളൊരു 3/4 കപ്പ്. അടുത്തതായി നമ്മൾ 1/4 കപ്പ് അളവിൽ മല്ലിയിലയും പുതിനയിലയുമാണ് ഇടുന്നത്. ഓക്കെ, ഇതിട്ടിട്ടുണ്ട്. അടുത്തതായി ഓപ്ഷണലാണ്, ഇതുള്ളവർക്ക് ഇടാം. അപ്പോൾ നമുക്ക് ബിരിയാണി ടേസ്റ്റ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മൾ ബിരിയാണി എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ,
അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് അരി ആഡ് ചെയ്യാം. ഇപ്പോൾ അരി ആഡ് ചെയ്യാം. ഇപ്പം അരി എന്ന് പറയുന്നത് നമ്മൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കുതിർത്ത് വെച്ചതൊന്നുമല്ല, നമ്മൾ 2 കപ്പ് അരിയാണ് നമ്മൾ ജസ്റ്റ് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അരി ഇതിലോട്ട് ഇടാം. ഓക്കെ, നമ്മൾ ബസ്മതി റൈസ് എടുത്തെന്നും പറഞ്ഞ് നിങ്ങൾ അതിന് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അരി ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഈ പൊക്കത്ത് കിടക്കുന്ന റൈസൊക്കെ വെള്ളത്തിലോട്ടൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് കുത്തി കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ റൈസൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് ഒറ്റ വിസിലിന് നമ്മൾ എടുക്കേണ്ടതാണ്. ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അഥവാ നമുക്കിത് ഒരു വിസിലിൽ വെന്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്നും ഇടാതെ തന്നെ ഒരു 10 മിനിറ്റത്തേക്ക് ഇതൊന്ന് വെറുതെ വെച്ച് നോക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റായി വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ബിരിയാണി സെറ്റായാൽ നോക്കാം. അടുത്തത് റൈസൊക്കെ സെറ്റായാൽ നോക്കാം. നല്ല പുകയൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. നമുക്ക് അരി വെന്തോന്നും നോക്കാം. അരിയൊക്കെ കറക്റ്റ് ഇതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് നമുക്ക് മാറ്റാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് താഴെ പോയി. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അപ്പം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഇതേപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എൻ്റെ മോൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.